നമസ്കാരം. ആയുർജീവനത്തിൽ വെയ്റ്റ് ലോസിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അണ്ടർലൈങ് റീസൺ ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അമിതഭാരം. ഒരുപാട് അനാരോഗ്യത്തിന് വഴിതെളിക്കുന്ന ഒരു പ്രഥമ കാരണമാണ് അമിതഭാരം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് ഈ വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന, അതായത് ശരിക്കും കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ശരീരഭാരം റേഞ്ചിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും എന്നാൽ അത് സാധിക്കാതെ പോകുന്നവരും ഒരുപാട് പേരുള്ളതുകൊണ്ടും ഈ ഒരു എപ്പിസോഡിൽ കൂടി ഞാൻ വെയ്റ്റ് ലോസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ല. പൊതുവേ നമുക്ക് പട്ടിണി കിടക്കുക എന്നുള്ളത് ഒരിക്കലും പട്ടിണി കിടന്നോ അല്ലെങ്കിൽ സ്റ്റാർവ് ചെയ്തോ നമുക്ക് തടി കുറയ്ക്കാൻ പറ്റിയെങ്കിലും അതൊരിക്കലും സ്ഥിരമായിട്ട് സ്ഥായിയായിട്ടുള്ളൊരു ബോഡി വെയ്റ്റിൽ കൊണ്ടെത്തിക്കുകയുമില്ല. മാത്രമല്ല നമ്മൾ പിന്നെ കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതി അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോഡി മറ്റ് നോർമലായിട്ടുള്ള വെയ്റ്റിലോട്ട് ബാക്ക് ടു നോർമൽ വെയ്റ്റ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ സ്റ്റേബിളായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്ത വസ്തുക്കൾ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക. വെളുത്ത വസ്തുക്കളായ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് മോണോസാക്കറൈഡ്സും ഷുഗറും ഒരുപാട് കൂടുതലുള്ള മൈദ, അതുപോലെ വെളുത്ത ഉപ്പ്, പഞ്ചസാര തുടങ്ങിയ വെള്ള അരി, ഇതിൻ്റെയൊക്കെ ഉപയോഗം ഓൾമോസ്റ്റ് ഇല്ലാതാക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കുക. ഉപ്പും പഞ്ചസാരയും വളരെ നിയന്ത്രിച്ച് കഴിക്കുക. ഉപ്പ് നിയന്ത്രിച്ച് കഴിക്കാൻ, പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ കാർഡിയോ എക്സസൈസുകൾ മാത്രം, ഓടുകയോ ചാടുകയോ അല്ലെങ്കിൽ ട്രെഡ്മില്ല് മാത്രം യൂസ് ചെയ്യുക, സൈക്കിൾ മാത്രം യൂസ് ചെയ്യുക, ഇത്തരം കാർഡിയോ എക്സസൈസസ് മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പെയിലായിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ മെറ്റബോളിസത്തിൻ്റെ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, മാക്സിമം മസിൽ മെറ്റബോളിസം എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരല്പം വെയ്റ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള അഭികാമ്യമായിട്ടുള്ള ഒരു രീതി. അത് ഫോളോ ചെയ്യുക. പിന്നെ രാത്രി കാലങ്ങളിലോട്ട് വരും തോറും, അതായത് ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡയറ്റ് ഒന്ന് മാറ്റുക. ലൈറ്റായിട്ടുള്ള ഫുഡിലേക്ക് നമ്മളെപ്പോഴും മാറുന്നതാണ് നല്ലത്. അത് സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും രാത്രി ഫ്രൂട്ട്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ പഴങ്ങളിലും ഒരല്പം ഫക്ടോസ് കണ്ടൻറ്റും അതുപോലെ തന്നെ ഒരല്പം കാലറിയും ഉള്ളതാണ്. അതുകൊണ്ട് രാത്രി ഭക്ഷണങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വെറുതെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നതിനേക്കാളും അഭികാമ്യം സാലഡ്സ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. എപ്പോഴും രാത്രി സാലഡ്സാണ് ഫ്രൂട്ട്സിനെക്കാളും നല്ലൊരു ചോയ്സ് വെയ്റ്റ് ലോസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഒരിക്കലും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണ് നമ്മൾ വെയ്റ്റ് ലോസിന് ചെയ്യേണ്ടത്. നമ്മുടെ ഉദ്ദേശം ശരീരഭാരം കുറയ്ക്കുക അല്ലെങ്കിൽ ഷേപ്പ് വരുത്തുക എന്നുള്ളത് മാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള വെയ്റ്റിൽ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക, പക്ഷേ വളരെ ഹെൽത്തി ആയിട്ട് ഫിറ്റായിട്ടുള്ള ഒരു ശരീരം അറ്റൈൻ ചെയ്യുക എന്നൊരു ഇൻറ്റൻഷനോട് കൂടി വേണം നമ്മളെപ്പോഴും ചെയ്യുക. ഈ ഡയറ്റിംഗ് എന്നൊരു വാക്കിന് ഒരിക്കലും സ്റ്റാർവേഷൻ എന്നൊരർത്ഥമല്ല. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണശീലം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇത്തരത്തിലുള്ളൊരു ഭക്ഷണശീലവും ഒരു എക്സസൈസ് റെജീമും നിങ്ങൾ ഫോളോ ചെയ്യുകയും ഞാൻ പറയുന്ന പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന വെയ്റ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ. ആയുർജീവനം.